കാലത്ത് തന്നെ എണീച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തുണ്ടാവില്ല. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓള തണ്ടാപ്പാനി എടുത്ത് കുറച്ച് കുടിക്കും. കുറച്ച് കുടിച്ചിട്ട് ടെറസിൻ്റെ മേലെ വന്നിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം കിടക്കും. മേലെ ഇങ്ങനെ നോക്കും. മേലെ നോക്കുമ്പോൾ അമ്പിളി മാമൻ, പിന്നെ അപ്പുറത്ത് നക്ഷത്രങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായി, ഇന്നിപ്പോൾ ആരും കാണില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ നല്ല നല്ല വ്യൂ, ഇവിടെ ഇതിൻ്റെ മേലെ നിന്ന് നല്ല വ്യൂ ആണ്. അതൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ വേറൊരു പോസിറ്റീവ് മൈൻഡാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കണ്ടെന്നെ അറിയണം. എന്തോ കൂടെ ആരോ ഇനി പോണതെങ്ങോ മാറും തുണികൾ മായും രുചികൾ ശീലം പല പലതാകുന്നേ തടിനിയിൽ ഉതിർന്ന തളിരില കണക്ക് പോണേ പോക്ക് രാവ് പകലോരോ. അങ്ങനെ പുറം കാഴ്ചകൾ കണ്ടിരുന്നപ്പോഴും സമയം പോയിരുന്നില്ല. അപ്പം ഇവിടെ ഡ്യൂട്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. ലൈറ്റ് ഓഫ് ആക്കി മൊത്തം ഇരുട്ടാണ്. സ്റ്റെപ്പ് ഇറക്കുമ്പോൾ സൂക്ഷിച്ചിട്ടില്ല കഴിഞ്ഞ കാര്യം. ലിഫ്റ്റ് എത്തി, ലിഫ്റ്റ് ഓപ്പൺ ആക്കി. ഓപ്പണാക്കി ചെറിയൊരു കുളി പാസ്സാക്കണം. കുളി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ ചെറുപുഞ്ചിരിയോടെ നിൽക്കണം. ആ തലയിലൊക്കെ കണ്ട ക്രീമൊക്കെ വാരിപ്പൊത്തിയിട്ട് ആകെ നാശമായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ ഉമ്മയ്ക്ക് വെളിച്ചെണ്ണ ഉള്ളതുണ്ടായി നാട്ടിൽ ഇത്. അപ്പോൾ വെളിച്ചെണ്ണ തലയിൽ വെളിച്ചെണ്ണ കുറച്ച് നേരം ഇട്ട് ഒരു 4-5 മിനിറ്റ് അവിടെ നിന്ന് അതിൻ്റെ ഇടയിലായി വെളിച്ചെണ്ണ എടുക്കുന്ന ഇടയിൽ ആ വെളിച്ചെണ്ണ അവിടെ അടിയിൽ പോയി. അതിന് മുമ്പ് എന്നെ നല്ല വഴക്ക് പറയില്ല. അങ്ങനെ അതും കേട്ട് വെളിച്ചെണ്ണ അവിടെ ഇവിടെ ഒക്കെ തേച്ച് അങ്ങനെ നിന്ന്. പിന്നെ ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് എവിടെ കണ്ടു കഴിഞ്ഞാലും വിടൂല. കാണാൻ ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ നോക്കിക്കൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നല്ല ഉപ്പുമാവ്. ഉപ്പുമാവ് വെച്ചാൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പുമാവാണ്. ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ മുമ്പ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് സലാം പറഞ്ഞ് അങ്ങോട്ട് പോന്നു. ഉമ്മാൻ്റെ അടുത്ത് സലാം പറഞ്ഞ് വരുമ്പോൾ എന്ത് സങ്കടം എന്നറിയും. പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഡ്യൂട്ടിയുള്ളല്ലേ. അപ്പം ഞാനങ്ങനെ നടന്നു നീങ്ങുകയാണ്. ഈ പുഴമണി കൂടി നടന്ന് അവിടെ എത്തണം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ നടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മൂവല്ല ബസ് സ്റ്റോപ്പ്. അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തി. ഇനി ബസ് വരാനുള്ള വെയിറ്റിങ്. ഒരു ബസ് അവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ അത് XXX ആണ്. അത് നമുക്ക് പോകേണ്ട വണ്ടിയല്ല, ബസ്സല്ല. അപ്പോൾ ബസ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ബസ് നോക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് എത്തുന്നുണ്ട്. XL ആണ്, 14X. അപ്പോൾ ഇതിൽ കയറി നേരെ റോളേക്ക്. അങ്ങനെ ഇതിൽ കയറി റോളേ ടു അബുദാബി. അപ്പോൾ ഇതിൽ കയറാൻ വേണ്ടി പോവാം. അങ്ങനെ റോളോ ബസ് സ്റ്റേഷൻ എത്തി. ഇനി ഇവിടെ നിന്ന് ചാടി നേരെ ബസ് സ്റ്റേഷനിൽ ബസ് പിടിക്കണം. അങ്ങനെ ആ ഫ്രണ്ടിൽ പോണ കുഞ്ഞിപ്പാത്ത് തന്നെ കുറേ ഇങ്ങനെ നോക്കണുണ്ടായി. പക്ഷേ എനിക്ക് അതിനെ സംസാരിക്കാനായിട്ട് ഒന്നിനും പറ്റിയില്ല.
പെട്ടെന്ന് പോയി. അല്ലെങ്കിൽ കുട്ടികളുടെ എവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടണേ സംസാരിക്കണം. പക്ഷേ അതിനായിട്ട് സംസാരിക്കാനോ ഒന്നിനും പറ്റിയില്ല. എന്നിട്ട് നേരെ അവിടെ നിന്ന് ഇങ്ങനെ കടന്ന് ഇങ്ങനെയൊക്കെ കടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഫൈനൊക്കെ കിട്ടും കേട്ടോ. അള്ളാഹ് അറിയാം എന്നാണോ എനിക്ക് ഫൈൻ കിട്ടാത്തത്. ഞാനിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും കോഫി എന്തെങ്കിലും മേടിക്കും. ഒന്നല്ലെങ്കിൽ നെസ്കോഫി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷുഗറില്ലാത്ത എന്തെങ്കിലും ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കും. അങ്ങനെ അപ്പോൾ ഞാൻ ഇന്നും ഒരു നെസ്കോഫിയാണ് മേടിച്ചത്. അപ്പോൾ അതും മേടിച്ച് മന്ദം ബസ് അവിടെ കിടക്കുന്നുണ്ട്. ബസ്സിൻ്റെ അവിടേക്ക് തിരിഞ്ഞു. അപ്പം അങ്ങനെ ബസ്സിൻ്റെ അവിടേക്ക് അബുദാബി ബസ് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറും. അങ്ങനെ 3 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ച് അബുദാബിയിലെത്തി. എവിടെ പോയാലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമല്ലേ, അതൊന്നും എനിക്കുണ്ടായി. അങ്ങനെ അബുദാബിയിലെത്തി. അവിടെ നിന്നും നടന്ന് ഞാനാട്ടോ വരുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പാണിത്, അബുദാബി ബസ് സ്റ്റോപ്പാണ്, മിനി ബസ് സ്റ്റോപ്പ്. അവിടെ എത്തി. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതാ കാണുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ. അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. സ്റ്റേഷനറി ആയാലും പിന്നെ അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസുകളായാലും ഗ്രോസറി ഐറ്റംസുകളൊക്കെ എല്ലാം കിട്ടും. അപ്പോൾ ഞാനൊരു സമൂസയും, നല്ല വിശപ്പുണ്ടായി, ഒരു സമൂസയും ഒരു പപ്സും കഴിച്ച്. എന്നിട്ട് അവിടെ നിന്ന് പോന്ന് ബാത്റൂമിൽ കയറി ഒതുവാക്കി. ഇവിടുത്തെ ക്ലീനിങ് ആൻഡ് നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കായിരിക്കും. എപ്പോൾ നോക്കിയാലും നല്ല ക്ലീനിങ്ങാണ്. അങ്ങനെ അവിടെ നിസ്കാരത്തട്ടിൽ കയറി ഒതുവാറിൻ്റെ സമയമായി. നിസ്കാരമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമ.